ഒരു പരിഹാരമായിട്ടില്ല, ഒരു ദീർഘമായൊരു പരിഹാരം നടക്കുള്ളൂ. കാരണം നമ്മൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവുക, എൻഫോഴ്സ്മെന്റ് സ്ട്രിക്റ്റ് ആവാൻ മാത്രമേ ഗവൺമെന്റ് കഴിയത്തുള്ളൂ. കാരണം നിയമങ്ങൾ ലംഘിക്കുകയാണ്, റോഡിലൂടെ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ബസ് ഓടിക്കുന്നവരും ശ്രദ്ധിക്കുന്നില്ല, മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവരും ശ്രദ്ധിക്കുന്നില്ല, ബൈക്കിൻ്റെയൊക്കെ തന്നെ സ്പീഡ് വല്ലാതെ കൂട്ടി ഓടിക്കുക. നമുക്ക് എല്ലാ സ്ഥലത്തും ഗവൺമെന്റിന് പോലീസിനെയോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ നിയമിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ തന്നെ ഒരു അച്ചടക്കം, ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു അച്ചടക്കത്തിലേക്ക് എല്ലാവരും പോകണം. ഓരോ ഡ്രൈവറും പോകാതെ നിവൃത്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നമ്മുടെ റോഡുകളിലെ കപ്പാസിറ്റിയേക്കാൾ അധികം വണ്ടികളാണ് ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ ശ്രമിക്കുകയാണ്, പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആക്സിഡന്റ് എന്ന് പറയുന്നത് സംഭവിച്ചു പോകുന്നതാണ്. അത് നമുക്ക് പരമാവധി ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ മത്സര ഓട്ടം, ബസ്സുകളുടെ മത്സര ഓട്ടം തിരുവനന്തപുരം സിറ്റിയിൽ അത്ര വലിയൊരു മത്സര ഓട്ടം ഇല്ല. ഇപ്പോൾ എന്താണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംഭവിച്ചതെന്ന് ഞാൻ വിവരം കിട്ടിയിട്ടില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഇതാണ് പ്രശ്നം. ലൈസൻസ് കിട്ടിയത് എങ്ങനെയെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ കർശനമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. ഇത് ഈ ഗവൺമെന്റിൽ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം കഴിഞ്ഞ 1.5-2 വർഷമായി ഒരു കാരണവശാലും ലൈസൻസ് അങ്ങനെ വാരി വലിച്ച് കൊടുക്കൂലാൻ തീരുമാനിച്ചു. അത് അട്ടിമറിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേർ ശ്രമിച്ചു, മാധ്യമങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങുന്നവർക്ക് മെച്ചപ്പെട്ട ഡ്രൈവിംഗ് തന്നെയാണ്. കാരണം ഒരാളെ ഡ്രൈവിംഗ് കഴിച്ച് കേരളത്തിൽ പരീക്ഷ എഴുതുന്നതിൽ 48% മുതൽ 50% വരെ മാത്രമേ ജയിക്കുന്നുള്ളൂ. മറ്റത് 125 ഒരു പരീക്ഷ എഴുതിയാൽ 124 പേരും പാസ്സായിപ്പോയ കാലത്താണ് ഈ ലൈസൻസ് ഒക്കെ. അങ്ങനെ ലൈസൻസ് വ്യാപകമായി കൊടുക്കുന്നത് തെറ്റാണ് എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഗവൺമെന്റ് കർശന നിലപാടെടുത്തത്. ഇതിന്റെ റിസൾട്ട് കുറച്ച് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. എന്നാൽ ഇപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നാളെയും ഇത് തന്നെയാണ് നമ്മളെ സ്ഥിതി. ഇപ്പോഴെങ്കിലും കുറച്ച് കർശനമായ ഡിസിഷൻസ് എടുക്കുകയാണ്. നാളെ അത് മാറുമെന്ന പ്രതീക്ഷയിൽ KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ വണ്ടി ഓടി ഇതുപോലെ 19 ലൈസൻസ് എടുത്തിട്ട് ഓടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. അവർ ലൈസൻസ് എടുത്തിട്ട് തന്നെ ഓടിച്ച് റോഡിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ, മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ കാണിച്ചു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പിന്നെ മദ്യവെച്ചുകൊണ്ടുള്ള വാഹനം ഓടിക്കും, ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുള്ള വാഹനം ഓടിക്കും. പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തല്ല കൂടുതൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് നടന്നു. ആ ആക്സിഡന്റ് നടന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത്, ആക്സിഡന്റ് കഴിഞ്ഞ് വണ്ടി പരിശോധിക്കുമ്പോൾ ഈ ഡ്രൈവറുടെ ഡോറിന്റെ സൈഡിൽ മുഴുവൻ ഈ നാക്കിന്റെ അടിയിൽ വെക്കുന്ന തരത്തിലുള്ള ചില ലഹരി മരുന്നുകളാണ്. ഈ ഡ്രഗ്സ് എന്നുള്ള സംഭവമല്ല, ഈ നാക്കിനടിയിൽ പാൻ പോലെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതിങ്ങനെ നാക്കിനിടയിൽ വെച്ചിട്ട് വായിക്കകത്ത് വെച്ചിട്ട് ഒരു അരലഹരിയിൽ പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ പത്തനാപുരത്ത് 2 സ്ത്രീകളുടെ മരണത്തിനിടയാക്കിയ അപകടം. ആ അപകടത്തിലെ വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ്. 1 സെക്കൻഡ് 2 പേരെ ഇടിച്ചു പോലെയായിരുന്നു. അതിന്റെ ദൃശ്യം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടാണ്. ആ ഡ്രൈവറുടെ വണ്ടിയുടെ സൈഡിൽ നിറച്ച് ഇതിന്റെ കവറുകളായിരുന്നു. പോലീസ് പരിശോധിച്ചപ്പോൾ കണ്ടത് ഇത്തരം മയക്കുമരുന്നുകളാണ് ഈ ഡ്രൈവർമാർ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഉറങ്ങിപ്പോയി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഉപയോഗിക്കുന്ന സാധനം തലയ്ക്ക് പിടിക്കുന്ന സാധനം തന്നെയാണ്. അപ്പം അത് കർശനമായി അതൊക്കെ തടയാൻ നമുക്ക് കഴിയണം. ഇല്ല, എന്റെ മണ്ഡലത്തിൽ സത്യം പെട്ടില്ല. പക്ഷെ അത് ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയാണ്. അതിലൊരു രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഒരു സുതാര്യത കാണിക്കുകയും അതിന് കൃത്യമായൊരു മറുപടി നൽകുകയും ചെയ്യണം. ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഡെമോക്രസിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. ആ ഡെമോക്രസിയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പുറത്തു വന്നാൽ നമ്മുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും. ഇപ്പം തന്നെ പലരും വോട്ട് ചെയ്യാൻ തന്നെ പോകാത്ത ഒരു കാലമാണ്. അപ്പോൾ അതൊരു വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു ഫാഷനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആ കാലഘട്ടത്തിൽ ഇതൊരു പ്രഹസനമാണ് എന്ന് തോന്നാൻ പാടില്ല. TN ശേഷനെ പോലുള്ള മഹാന്മാരായ വ്യക്തികൾ ഇരുന്ന കസേരയിൽ ഇരിക്കുന്നവർ അതിന്റെ ഒരു 100-ലെന്നെങ്കിലും മര്യാദ കാണിക്കണം. ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ആ ആരോപണം ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് തെളിയിക്കാനുള്ള പൂർണ്ണമായ ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ്. വേറെ വിഷയങ്ങൾ അത് പല സ്ഥലത്തുമുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ നടപടിയെടുക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ കൺസെഷന്റെ കാര്യത്തിൽ അവർ സമരം ചെയ്തതിന് വേണ്ടിയിട്ടാണ്. കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല, ഗവൺമെന്റും തയ്യാറായില്ല, വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് യോജിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കയറ്റാതെ പോകുന്നുവെന്ന് അറിഞ്ഞാൽ നമ്മൾ നടപടിയെടുക്കാൻ പറ്റും. സുരേഷ് ഗോപി എംപിയുടെ ഡ്രൈവറുടെ പേരിൽ ഉൾപ്പെടെ വ്യാജ വോട്ട് ചേർത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. വേറെ എന്തെങ്കിലും പുതിയ ബസ്സുകൾ ഇറങ്ങാൻ പോവുകയാണ്. പുതിയ ബസ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 21-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞാൽ 22, 23, 24
കനകക്കുന്നിൽ വെച്ച് ഒരു മോട്ടോർ ഷോ നടത്തുന്നുണ്ട്. ഒരു വണ്ടികളുടെ പ്രദർശനം, KSRTC വണ്ടികൾ മാത്രമല്ല, ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളുടെയും പൗലീനുകളും ഒക്കെയുള്ള കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്രയും വലിയൊരു മെഗാ ഷോ നടത്തുകയാണ്. അതിനകത്ത് കുടുംബസമേതം എല്ലാവരും വന്ന് കാണണം. പ്രവേശന സൗജന്യമാണ്. KSRTC വാങ്ങുന്ന വാഹനങ്ങൾ, അതിന്റെ വെറൈറ്റികൾ, അതുകൂടാതെ മറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്ന വാഹനങ്ങളുടെയും സ്റ്റോളൊക്കെ ഉണ്ട്. അതൊരു വലിയൊരു വാഹനപ്രേമികൾക്ക് ഒരു എക്സ്പോ ആണ്. വാഹനപ്രേമികൾക്ക് കാണാൻ പറ്റുന്ന രസകരമായ ഒരു അനുഭവമായിരിക്കും അത്. കുഞ്ഞുങ്ങൾക്ക് ഇത്രയധികം വണ്ടികൾ ഒരുമിച്ച് കാണാൻ ഒരവസരം കിട്ടും. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. മാധ്യമങ്ങളും അതിൽ സഹകരിക്കണം. നിങ്ങളതിന് ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പാപ്പനംകോടയിൽ പോകുന്നുണ്ട്. പുതിയ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോവുകയാണ്. പുതിയ വണ്ടി രണ്ടു വന്നു. ഇനി ബസ്സുകൾ ഒരുപാട് വരാനുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ നിറച്ചു വരും. വണ്ടികളെല്ലാം പണി തീർന്നിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. പെയിന്റിംഗ് സ്റ്റൈലാണ് വണ്ടികൾ.